ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അരുണിന്റെ മനസ്സിൽ വർഷങ്ങളായി പുകയുന്ന ആ ഒരു പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ സച്ചിയുടെ മുന്നിൽ പല തവണ നാണം കിട്ട്. അന്നൊരിക്കൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചി അവന്റെ ഷർട്ടിന്റെ കോളർ അങ്ങ് പിടിച്ച് പോക്കറ്റ് വലിച്ചു കയറിയ ആ ഒരു സംഭവം ഓർക്കുമ്പോൾ എപ്പോഴും അരുണിന്റെ ചോര തിളക്കും. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്തെങ്കിലും ഒരു പണി തിരിച്ചു കൊടുക്കണമെന്ന്. ഇത്തവണ അവന് കൊടുക്കാൻ പണിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സച്ചിക്ക് കഴിയുന്നില്ല. അരുൺ സ്വയം ഇങ്ങനെ പിറുപിറുത്തു. അയാൾ ഉടനെ തന്നെ ഫോണെടുത്ത് ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി കാര്യം രഹസ്യമായി സംസാരിക്കാൻ അവളുടെ മുറിയിലേക്ക് ഇങ്ങനെ മൂലക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേ നോക്ക്, ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം, അരുൺ കടുപ്പത്തിൽ പറഞ്ഞു. കാറിന്റെ ബ്രേക്ക് പോയതാണെന്നോ ആരോ മനഃപൂർവ്വം ബ്രേക്ക് അഴിച്ചുവിട്ടതാണെന്നുള്ള കാര്യം പുറത്തൊരിഞ്ഞ് ഒരാളും തന്നെ അറിയരുത്, മനസ്സിലായോ? മെക്കാനിക്ക് ഭയത്തോടു കൂടെ തലയാട്ടി. അയ്യോ സാറേ, അത് പിന്നെ ഒരു പിന്നെയില്ല, തന്നോട് പറഞ്ഞത് താൻ അങ്ങ് കേട്ടാൽ മതി. പോലീസുകാരനാണെന്ന കാര്യമൊന്നും മറക്കണ്ട, കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അരുൺ ഭീഷണിപ്പെടുത്തിയ സ്വരത്തിൽ തന്നെ പറഞ്ഞു. മെക്കാനിക്കിനെ പറഞ്ഞയച്ചതിന് ശേഷം അരുൺ തന്റെ കൂടെയുള്ള പോലീസുകാരനായ സഹപ്രവർത്തകന്റെ അടുത്തേക്ക് നടന്നു. എടോ രതീഷേ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അരുൺ രഹസ്യമായി ചോദിച്ചു. ഒരു കാരണവശാലും SI സാറേ, മറ്റൊരാളും ഈ ഒരു സത്യാവസ്ഥ അറിയാൻ പാടില്ല. നമ്മൾ 3 പേർക്ക് മാത്രമേ ഇതറിയാൻ പാടുള്ളൂ. ഞാൻ SI സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് സച്ചി എന്നെ മനഃപൂർവ്വം വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയതാണ്. ഇനിയിപ്പോൾ അത് മാറ്റി പറയാനൊന്നും പറ്റില്ല. രതീഷ് കുറച്ച് ആലോചിച്ച് നിന്നു. സാറേ, അത് കുഴപ്പമാവോ? ഒരു കുഴപ്പവും വരില്ല. അവന് നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമയമായത്. ഈ അവസരം ഞാൻ മാക്സിമം ഉപയോഗിക്കും. ആ കാറിൻ്റെ ബ്രേക്ക് പോയിട്ട് തനിക്ക് പരിക്കൊന്നും പറ്റിയെന്ന് ഒരു കാരണവശാലും പുറത്ത് പറയരുത്, മനസ്സിലായോ? രതീഷ് ഒടുവിൽ സമ്മതിച്ചു. ശരി സാറേ, സാറ് പറയുന്ന പോലെ ചെയ്യാം. സ്വന്തം സഹപ്രവർത്തകനോട് കൂടെ കയ്യിലെടുത്ത ആ ഒരു സന്തോഷത്തിൽ അരുണിന്റെ ചുണ്ടിലൊരു പ്രഹസനം വിരിഞ്ഞു. സച്ചിയുടെ വണ്ടി ഇനി അവൻ ജന്മത്തിൽ തിരികെ കാണാൻ പോകുന്നില്ല. SI സാർ വന്നിട്ട് വേണം ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കാനെന്ന് അരുൺ സംതൃപ്തിയോടുകൂടെ പറഞ്ഞ് കസേരയിലേക്ക് അങ്ങ് ചാരിയിരുന്നു. ഇതേ സമയം സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് നടന്നു വരികയാണ്. വീടിന്റെ ഉമ്മറത്തന്നെ സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കാറില്ലാതെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ മകനെയും മരുമകളെയും കണ്ടപ്പോൾ രവീന്ദ്രൻ അത്ഭുതമായി. എടാ സച്ചി, നിന്റെ കാർ എവിടെ? നീ എന്താ ഇത്ര വൈകി ഓട്ടോയിലൊക്കെ വന്നിരുന്നത്? രവീന്ദ്രൻ ആശങ്കയോട് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, വേറൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, സച്ചി തല താഴ്ത്തിവിട്ടു പറഞ്ഞു. ശബ്ദം കേട്ട് അകത്ത് നിന്ന് ചന്ദ്രമതിയും ഇറങ്ങി വന്നു. എന്താ പ്രശ്നം? രേവതി മുൻപോട്ട് വന്നു. അച്ഛാ, സച്ചിയുടെ കാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോ? രവീന്ദ്രൻ ഞെട്ടി. അതെടാ, അങ്ങനെ ഒരു കഥ? എന്താ ഉണ്ടായത്? സച്ചിൻ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. അച്ഛാ, ആ പോലീസുകാരൻ അരുൺ, ഞാൻ അയാളെ മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് കേസാക്കിയിരിക്കുകയാണ്. വണ്ടിയുടെ ബ്രേക്ക് പോയെന്ന് പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. ദൈവേ, നിനക്കിനി കുഴപ്പമൊന്നും പറ്റില്ലല്ലോ സച്ചി, അത് തന്നെ വലിയ ഭാഗ്യം, രവീന്ദ്രൻ നെടുവീർപ്പോടെ പറഞ്ഞു. പക്ഷേ ചന്ദ്രമതിക്ക് അതൊന്നും തന്നെ കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. മകന്റെ സങ്കടം മനസ്സിലാക്കുന്നതിന് പകരം അവർ പരിഹാസത്തോടെ അങ്ങ് ചിരിച്ചു. അല്ലെങ്കിലും ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല, ചന്ദ്രമതി ദേഷ്യത്തോട് പറഞ്ഞു. പോലീസുകാരെ എടുക്കാൻ നോക്കിയാൽ പിന്നെ അവന് വെറുതെ വിടുവോ? ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഏതായാലും അകത്ത് കിടന്നങ്ങ് അനുഭവിക്ക്, അപ്പോഴേ പഠിക്കുള്ളൂ. അമ്മേ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് സച്ചി വിഷമത്തോടു കൂടെ പറഞ്ഞു. പിന്നെ നിന്റെ രാശി അത്ര നല്ലതാണല്ലോ, ചന്ദ്രമതി വീണ്ടും കുത്തി പറഞ്ഞു. നീ പോകുന്നിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കുഴപ്പങ്ങളുണ്ടാവും. വേറെ ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നിനക്ക് മാത്രമല്ലേ വരുന്നത്? കഴിഞ്ഞ ദിവസം മകൾ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടായപ്പോൾ സച്ചിയോട് വലിയ സ്നേഹമായിരുന്നു ചന്ദ്രമതിക്ക്. കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ദേഷ്യം. പാലം കിടക്കോളം നാരായണ, പാലം കിടന്ന കൂരായണ എന്ന മട്ടാണ് ചന്ദ്രമതിക്ക് സച്ചിയോട്. അതുകൊണ്ട് തന്നെ അവൻ അതിനൊന്നും മറുപടി പറയാനും പോയില്ല. എന്നാൽ രവീന്ദ്രൻ അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രേ, നീ വെറുതെ അവനെങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. സച്ചി, നീ വിഷമിക്കണ്ടടാ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? നാളെ SS സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പോയിട്ട് സംസാരിക്കാം, കാറ് നമുക്ക് തിരികെ കിട്ടും. ആ സമയത്തന്നെ രേവതി പറയുന്നുണ്ട്. സച്ചിയേട്ടാ, എനിക്ക് കുറച്ച് പൂമാലകളൊക്കെ കെട്ടി കൊടുക്കാൻ ഓർഡർ ഉണ്ട്, ഞാൻ പോയി പൂക്കളൊക്കെ എടുത്തിട്ട് കൊണ്ടുവരാമെന്ന് പറയും. രേവതി അകത്തേക്ക് പോയിട്ട് പൂക്കളൊക്കെ എടുത്തു കൊണ്ടുവന്നപ്പോൾ സച്ചി അവളുടെ അടുത്തിരുന്നു. വാ രേവതി, ഞാൻ കൂടെ സഹായിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ തീരും. ഇത് കണ്ട് ചന്ദ്രമതി വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഓ, കാര്യങ്ങളൊക്കെ കൊള്ളാലോ. എടാ സച്ചി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭാര്യയെ സഹായിക്കാമോ? അല്ലെങ്കിലും ഇവിടുത്തെ വലിയ വരുമാനമുള്ള ജോലിയാണല്ലോ ഇവൾ ഈ പൂമാല കെട്ടല്. കാറും പോയി ജോലിയും പോയി, ഇനിയിപ്പോൾ ഭാര്യയുടെ കൂടെ നടന്ന് പൂമാല കെട്ടി അങ്ങ് ആസ്വദിക്ക്. അടുക്കള കയറി പാത്രം കഴുകാം, തുണി അലക്കാം, എല്ലാം അങ്ങ് പിഴിഞ്ഞു കൊടുക്കാം. എന്താ ഒരു അന്തസ്? സച്ചി ശാന്തനായി പറഞ്ഞു. അമ്മേ, എൻ്റെ ഭാര്യയെ ഞാൻ സഹായിക്കുന്നതിൽ ഒരു അന്തസ്സു കുറവും എനിക്ക് തോന്നുന്നില്ല. അതിനാവും ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. രവീന്ദ്രൻ്റെ മകന് പിന്തുണ നൽകി. അത് ശരിയാ ചന്ദ്രേ, രേവതി മോളെ സഹായിക്കുന്ന എന്താ തെറ്റ്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ കാറ് ഉറപ്പായിട്ടും തിരികെ കിട്ടും. നീ വെറുതെ അവൻ്റെ സമാധാനം കളയണ്ട. ചന്ദ്രമതി ദേഷ്യത്തോടൊന്നും മൂളി അകത്തേക്ക് പോയി. അമ്മയുടെ വാക്ക് രേവതിയുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടാക്കി. സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ കേസിൽ എന്തോ കള്ളക്കളിയുണ്ട്. പോലീസുകാരൻ
വേണമെന്ന് വെച്ച് ഉണ്ടാക്കിയ പ്രശ്നമായത്. സച്ചേട്ടനോട് പറഞ്ഞാൽ എന്നെ സ്റ്റേഷനിലേക്ക് പോകാൻ സമ്മതിക്കില്ല. തനിയെ പോയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടും അത് തടയും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഞാൻ തന്നെ പോയി കാര്യം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് രേവതി മനസ്സിൽ ഉറപ്പിച്ചു. പൂമാലൊക്കെ കെട്ടിത്തീർത്തപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടാ ഞാൻ പോയി ഈ മാലൊക്കെ കൊടുത്തിട്ട് വരാമെന്ന്. ഞാൻ കൂടെ വരണോ രേവതി? സച്ചി ചോദിച്ചു. വേണ്ട സച്ചേട്ടാ, ഞാൻ സ്കൂട്ടറിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് രേവതി പുഞ്ചിരിയോടെ പറഞ്ഞു. പൂമാലകളൊക്കെ കൊടുത്ത ശേഷം രേവതി നേരെ വണ്ടി തിരിച്ചത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരൻ ചോദിച്ചു, എന്താ മോളെ, ആരെ കാണാനാ? എസ് ഐ സാറിനെ കാണാൻ വന്നതായെന്ന് രേവതി പറഞ്ഞു. സാറിപ്പോൾ ഇവിടെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ വരും. നീ ആ കസേരയിൽ പോയിരിക്കുകയെന്ന് സാറ് പറഞ്ഞു. രേവതി സ്റ്റേഷനിലെ ഒരു വശത്തുള്ള ബെഞ്ചിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ കൈക്കൊക്കെ പ്ലാസ്റ്റർ ഇട്ട് തൂക്കിയിട്ട നിലയിൽ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് സച്ചിയുടെ കാർ ഓടിച്ചു കൊണ്ടിരുന്ന അതേ പോലീസുകാരനായിരുന്നു. പെട്ടെന്ന് തന്നെ മറ്റൊരു പോലീസുകാരൻ അയാളുടെ അടുത്തേക്ക് വന്നു. അല്ല രതീഷേ, നിന്റെ കൈക്ക് എന്ത് പറ്റി? രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. രതീഷ് ചുറ്റും നോക്കിയതിന് ശേഷം ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഓ അതൊന്നും പറയണ്ട. രാവിലെ ആ അരുൺ സാറ് പിടിച്ചു വെച്ച ആ ഒരു കാറില്ലേ, ബ്രേക്ക് പോയ കാറായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാറ് ഇടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അരുൺ സാർ എന്നോട് പറഞ്ഞതാണ്. വണ്ടി എടുത്ത് വരുന്ന വഴിക്ക് കാറിൻ്റെ ബ്രേക്കൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഒരു വലിയ വണ്ടി മുന്നിലേക്ക് വന്നു നിന്നപ്പോൾ എങ്ങനെയൊക്കെയോ അങ്ങ് വെട്ടിച്ച് നിർത്തിയതാ. ആ സമയത്ത് വണ്ടി നേരെ ഒരു പോസ്റ്റിലിടിച്ച് എൻ്റെ കൈ ഒടിഞ്ഞു. എന്നിട്ട് നീ ഈ കാര്യം അരുൺ സാറിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ അരുൺ സാർ എന്നെ ഭീഷണിപ്പെടുത്തി. ആ സച്ചി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് അരുൺ സാറിന് പണ്ടേ എന്തോ ശത്രുതയുണ്ട്. അവന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥ ഇത്. അവൻ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനാ സാറിൻ്റെ പ്ലാന്. വണ്ടിയുടെ ബ്രേക്ക് പോയതാണെന്ന കാര്യം എസ് ഐ സാറിനോട് മറ്റാരോട് പറയുന്നത് എന്നോട് കർക്കശമായി പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള മെക്കാനിക്കിനെ കൊണ്ട് ബ്രേക്ക് ശരിയാക്കിപ്പിച്ചു. ഒടുവിൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്നെ ഭാഗ്യം. എന്നിട്ട് നീ അത് ആരോടും പറഞ്ഞില്ലേ? ഞാൻ ആരോട് പറയാനാടോ? അരുൺ സാറിനോട് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാനാ. താനും ഇത് ആരോട് പറയേണ്ട കേട്ടോ എന്ന് രതീഷ് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം തന്നെ ബെഞ്ചിലിരുന്ന് രേവതി കൃത്യമായി തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ആശ്ചര്യത്താലും ദേഷ്യം കൊണ്ട് തിളങ്ങി. സച്ചേട്ടനൊരു തെറ്റും ചെയ്തില്ല. അരുൺ എന്ന പോലീസുകാരൻ മനഃപൂർവ്വം സച്ചേട്ടനെ കൊടുക്കാൻ നോക്കിയതാണ്. ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്നൊക്കെ അവൾ കരുതി. രേവതി വേഗം തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സച്ചിയെ ഫോണിൽ വിളിച്ചു. സച്ചേട്ടാ, ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് വരാമോ? രേവതി പരിഭ്രമത്തോടെ പറഞ്ഞു. രേവതി, നീ എവിടെയാ? നീ മാല കൊടുക്കാൻ പോയതല്ലേ? നീ എന്തിനാ സ്റ്റേഷനിലേക്ക് പോയത് എന്ന് സച്ചി അന്തം വിട്ട് ചോദിച്ചു. സച്ചേട്ടാ, അതൊക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സച്ചേട്ടൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഓട്ടോ പിടിച്ചിങ്ങോട്ടേക്ക് വായോ? ശരി, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. ഇതേ സമയത്തിൻ്റെ സ്റ്റേഷനിൽ അരുൺ വളരെ സന്തോഷത്തിലായിരുന്നു. സച്ചിയെ കൊടുക്കാൻ പറ്റിയ ആഹ്ലാദത്തിൽ അയാൾ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നിന്നെ ഞാൻ ശരിക്കും അങ്ങ് പാഠം പഠിപ്പിക്കും സച്ചി. എൻ്റെ യൂണിഫോമിൽ തൊട്ടാ നീ കളിച്ചത്, നീ അനുഭവിക്കും, അരുൺ മനസ്സിൽ ഉറപ്പിച്ചു. കുറച്ച് സമയത്തിനകം സച്ചി ഓട്ടോയിൽ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തി. രേവതി സ്റ്റേഷനിൽ ഇങ്ങനെ വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രേവതി, എന്താ നീ ഇവിടെ? എന്താ വേണ്ടത്? നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് സച്ചി ചോദിച്ചു. രേവതി സച്ചിയെ കുറിച്ച് മാറ്റി നിർത്തി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. സച്ചിയേട്ടാ, ആ അരുൺ എന്ന പോലീസുകാരൻ സച്ചിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ്. സച്ചിയുടെ കാറ് ഓടിച്ചുകൊണ്ടുപോയി ആ പോലീസുകാരൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് കിട്ടാതെ വണ്ടി അപകടത്തിൽപ്പെട്ടതാണ്. അയാൾ മറ്റൊരു പോലീസുകാരനോട് പറയുന്നതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടു. അരുൺ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവൻ ആ സത്യം പറയാത്തത്. കേട്ട കാര്യങ്ങൾ സച്ചിയെ കോപാകുലനാക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് തിളച്ചു. അപ്പോൾ ഇതാണ് കഥയല്ലേ? എന്നെ കൊടുക്കാൻ നോക്കിയ അരുണിന് ഞാൻ നല്ലൊരു പണി കൊടുക്കുമെന്ന് സച്ചി പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. സച്ചിയേതാ, വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട. എസ് ഐ സാർ വരട്ടെ. സാറിൻ്റെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്നു പറയണമെന്ന് രേവതി സച്ചിയെ ഉപദേശിച്ചു. ശരിയാ രേവതി, എസ് ഐ സാർ വരട്ടെ. ഈ അരുണിൻ്റെ തൊപ്പി ഞാൻ അങ്ങ് തെറിപ്പിക്കും. ഇല്ലാത്ത കേസുണ്ടാക്കി നിരപരാധികളെ കൊടുക്കാൻ നോക്കുന്ന ഇവയൊക്കെ പോലീസിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനൊന്നും പാടില്ല. അങ്ങനെ സച്ചിയും രേവതിയും ഉമ്മർത്തുകനെ എസ് എസ് ആറിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാണ്. അരുണിൻ്റെ കുതന്ത്രങ്ങളൊക്കെ പൊളിയാനിനി നിമിഷങ്ങൾ മാത്രമായിരുന്നു ബാക്കി. സത്യം ജയിക്കുമെന്നും അരുണിന് തക്കതായ ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ സച്ചിയും രേവതി ഇങ്ങനെ കാത്തു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.